അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നല്ലൊരു പരിപ്പും കായ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണ്, എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന ആ ഒരു രീതി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു അരക്കപ്പ് പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചക്കായാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസിലുള്ള 2 പച്ചക്കായും കൂടെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു 2 വിസിൽ വേണം കേട്ടോ, ഇത് ഒന്ന് വെന്ത് വരാനായിട്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കേട്ടോ. മുളക് പൊടി നമ്മൾ അധികം ചേർക്കേണ്ട, 1/4 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ കാന്താരിയില്ലേ, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ പരിപ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ 2 വിസിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അധികം ഉടഞ്ഞു പോകാത്ത രീതിയിൽ നമ്മളിത് വേവിച്ചെടുക്കണേ. അപ്പോൾ ഇത് നല്ല രീതിക്കൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു രീതിക്കാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്, അധികം മഷിയായിട്ട് അരക്കണ്ട കേട്ടോ. അപ്പോൾ ഞാനിത് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് അടിക്ക് പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പരിപ്പും കായ് കറിയൊക്കെ പെട്ടെന്ന് അടിക്ക് പിടിക്കും കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇനി നമുക്കിതിൻ്റെ മെയിനായിട്ടുള്ള പരിപാടിയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം കടുകിട്ട് കൊടുത്തു. പിന്നെ ഒരു 2 വറ്റൽമുളകും കൂടെ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായി മുറിച്ച സവാള, ഒരു 1/2 കഷ്ണം സവാള ചെറുതായിട്ട് മുറിച്ചിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ, ഒരു ബ്രൗൺ കളറൊക്കെ ആയിന്ന് വരുന്നത് വരെ ഇത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി എടുക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ പരിപ്പും കായ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് വീട്ടിൽ ഈ കറി റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരല്പം തേങ്ങ ചേർത്തിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സവാളയും നമ്മുടെ തേങ്ങയും നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നല്ല പോലെ ഒന്ന് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മുടെ പരിപ്പും കായ് കറി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇതാ നല്ല പോലെ ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതാ ഈ ഒരു കറി മാത്രം മതി കേട്ടോ നമുക്ക് ചോറിനായിട്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോ ആയിട്ട് വേഗം വരാം. ബൈ.